ലയബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസർ ആൻഡ് പ്രോമിസി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. പ്രോബ്ലം ആയിട്ടാണ് വരിക, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറ്. CA ഫൗണ്ടേഷനൊക്കെ ഞാൻ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ 42 ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ്. എന്താ അതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് അത് വിഭജിക്കുക ഒരാളുടെ ലയബിലിറ്റി? ഇപ്പം നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ട് അതെങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ അത് വിഭജിച്ച് എല്ലാവരും കൂടി എടുക്കുക. ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ്. അപ്പം ABC 3 ആൾക്കാരുണ്ട്. അവർ കൂട്ടായിട്ട് 1,00,000 റുപ്യ കടം വാങ്ങിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവർ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റി അവർക്കുണ്ടല്ലോ. ABC 3 പേരും കൂടി 1,00,000 റുപ്യ എക്സിൻ്റെ അടുത്ത് കടം വാങ്ങി. അപ്പോൾ തിരിച്ചു കൊടുക്കുന്ന ലയബിലിറ്റി 3 പേർക്കും ഉണ്ട്. അപ്പോൾ 3 പേരും കൂടി അതെന്തായാലും കൊടുത്തിരിക്കണം. ABC പെട്ടെന്ന് മരിച്ചു പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആരാ തിരിച്ചു കൊടുക്കേണ്ടത്? കുട്ടികൾ പറയും BC മാത്രമല്ല, അതാണ് ശേഷിച്ചവർ, സർവൈവേഴ്സ്. പക്ഷേ Aയുടെ ഭാര്യാമക്കളും Aയുടെ അനന്തരാവകാശികളും Bയും Cയും കൂടി കൊടുത്തിരിക്കണം. സപ്പോസ് Aയും Bയും Cയും 3 പേരും കൂടി ഒരു പ്ലെയിനിൽ പോകും, പ്ലെയിൻ ക്രാഷ് ചെയ്തു, എല്ലാവരും മരിച്ചു. അപ്പോൾ ഈ ബാധ്യത ആര് കൊടുക്കണം? Aൻ്റെ ഭാര്യാമക്കളും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും, Bൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും, Cൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാവരും കൂടി കൊടുത്തിരിക്കണം. ഇതാണ് ഡിവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ളതിൻ്റെ സെക്ഷൻ 42 പറയുന്നത്. നമുക്കൊന്ന് സെക്ഷൻ നോക്കാം. വെൻ 2 or more persons have made a joint promise, കൂട്ടായ ഒരു വാഗ്ദാനം പൈസ കൊടുക്കാം, then unless a contrary intention appears from the contract, മറിച്ച് കരാറിൽ തന്നെ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് ഇവർ മരണപ്പെട്ടാൽ ഭാര്യ മക്കളിൽ നിന്ന് വാങ്ങാൻ പാടില്ല. അപ്പോൾ മറിച്ചൊരു കരാറായി. അങ്ങനെയൊന്നും കരാറില്ലാത്ത സ്ഥിതിക്ക് unless a contrary intention appears from the contract, all such persons during their joint lives, അവരുടെ ജീവദശയിൽ 3 ആളും കൂടി കൊടുത്തിരിക്കണം. ആൻഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എനി വൺ ഓഫ് ദം, ഒരാൾ മരണപ്പെട്ടാൽ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ജോയിൻ്റ്ലി വിത്ത് ദ സർവൈവേഴ്സ്, അവരുടെ അനന്തരാവകാശം, മരണപ്പെട്ട ആളുടെ അനന്തരാവകാശികളും സർവൈവേഴ്സ്, അത് ശേഷിച്ചവരും കൂടി കൊടുത്തിരിക്കണം. ആൻഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ലാസ്റ്റ് സർവൈവർ എല്ലാവരും മരണപ്പെട്ടു, ഓൾ ഡൈസ്, അങ്ങനെയാണെങ്കിൽ ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓൾ ഓഫ് ദം ടുഗെദർ ഷുഡ് പെർഫോം ദ പ്രോമിസ്. ഇതാണ് സെക്ഷൻ 42 പറയുന്നത്. പിന്നെ സെക്ഷൻ 43 എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കുട്ടികളെ, പരീക്ഷയ്ക്ക് വരാണ്ട് പ്രോബ്ലമായിട്ട്. ഇനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് മേ ബി കമ്പൽ ടു പെർഫോം. ഇപ്പോൾ 3 ആളും കൂടി കൊടുക്കാൻ പറഞ്ഞത്, Aയും Bയും Cയും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞാണ് Xന് 1,00,000 റുപ്യ ഉണ്ട്. അപ്പോൾ Xന് ഏതെങ്കിലും ഒരാളടുത്ത് മാത്രം ഈ തുക വസൂലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയും ഇല്ല, പറ്റില്ല, എല്ലാവരോടും പറ്റും. അപ്പോൾ Xന് ഇഷ്ടമുള്ള, ഇപ്പം X വിചാരിക്കുകയാണ് A വലിയ പണക്കാരനാണ്, Aൻ്റെ അടുത്ത് മുഴുവൻ വസൂലാക്കാം, Bയും C അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് Aൻ്റെ പേരിൽ മാത്രം കേസ് കൊടുത്തുകൊണ്ട് മുഴുവൻ തുക വസൂലാക്കാനുള്ള അധികാരം Xനുണ്ട്. അതാണ് എനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് മേ ബി കമ്പൽ ടു പെർഫോം. ഒരു വാഗ്ദാനം ചെയ്ത 3 ആളാണ് വാഗ്ദാനം ചെയ്ത് ഒരു വാഗ്ദാനം ചെയ്ത ആളോട് മുഴുവൻ തുക വാങ്ങാം. Then section വായിക്കാം. സെക്ഷൻ 43 when 2 or more persons make a joint promise, the promisee may in the absence of an express agreement to the contrary എന്ന് പറയുന്നത്. അവരിപ്പോൾ കരാർ തന്നെ എഴുതിയിട്ടുണ്ട് ഒരാളടുത്ത് വസൂലാക്കാൻ പാടില്ല, എന്തായാലും 3 ആളടുത്തും കൂടി പിടിക്കണം എന്ന് കോൺട്രറി ആയിട്ടുള്ള മറിച്ചൊരു കരാർ അവർ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളത്ത് മാത്രം വസൂലാക്കാൻ പറ്റില്ല, 3 ആളത്തും വസൂലാക്കണം. അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻ എക്സ്പ്രസ് കോൺട്രാക്ട് ടു ദ കോൺട്രറി the promisee can compel, promisee കൂടെ എഴുതാൻ നന്നായിരിക്കും. the promisee can compel എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാം, അയാളുടെ പേര് കേസ് കൊടുക്കാം എന്ന് പറയും. compel any one of such joint promises to perform the whole promise. 1,00,000 മുഴുവനായിട്ട് എൻ്റെ അടുത്ത് മാത്രം വസൂലാക്കി എടുക്കാൻ Xന് അധികാരമുണ്ട്. ഇതാണ് സെക്ഷൻ 43. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ, അതൊരു ശരിയല്ലല്ലോ, പക്ഷെ അങ്ങനെയാണ് നിയമം. ഈച്ച് പ്രോമിസ് മേ കമ്പൽ കോൺട്രാക്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് പ്രോമിസ് മെയ്ഡ് ടു പെർഫോം ദ ഹോൾ കോൺട്രാക്ട് ക്യാൻ കോൾ ഫോർ എ കോൺട്രിബ്യൂഷൻ ഫ്രം ദ അതേഴ്സ്. ഇപ്പം ഫുൾ 1,00,000 കൊടുത്തു, ഇപ്പം നമുക്ക് പറയാം 90,000 ആണെന്ന് വിചാരിച്ചോളൂ. 90,000 ആണ്, 1,00,000 വേണ്ട, 3 ആൾക്ക് ഒരാൾ 30 അങ്ങനെയാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ മുഴുവൻ 90,000 കൊടുത്തു കഴിഞ്ഞു. അപ്പം Aക്ക് എന്ത് ചെയ്യാം?
വേറൊരു കേസ് ബീൻ്റെയും സീൻ്റെയും പേരിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഷെയർ ഞാൻ കൊടുത്തു, ബീൻ്റെ 30 സീൻ്റെ 30 അതെനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് എക്ക് വേണമെങ്കിൽ ബീൻ്റെയും സീൻ്റെയും പേരിൽ ഒരു കേസ് കൊടുത്ത് അത് വസൂലാക്കിയെടുക്കാം. അതാണ് ഈച്ച് പ്രോമിസർ മേ കമ്പൽ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് നമുക്ക് നോക്കാം. ഇൻ അതർ വേർഡ്, വൺ ഓഫ് ദ ജോയിൻറ്റ് ഇത് എഴുതിയാൽ മതി. ഇൻ വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസസ് മെയ്ഡ് ടു പെർഫോം ദ ഹോൾ കോൺട്രാക്ട്, മുഴുവനായിട്ട് 1 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹീ ക്യാൻ കോൾ ഫോർ എ കോൺട്രിബ്യൂഷൻ ഫ്രം ദ അതേഴ്സ്. അപ്പോൾ അയാൾ പറയാം, നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്, ബി കോൺട്രിബ്യൂട്ട് ചെയ്യും 30, സി കോൺട്രിബ്യൂട്ട് ചെയ്യും 30 എന്ന് പറയാം. ഇനി അടുത്തത് സെക്ഷൻ 43 തന്നെയാണ് ഇതും വരുന്നത്. ഷെയറിംഗ് ഓഫ് ലോസ് ബൈ ഡിഫോൾട്ട് ഇൻ കോൺട്രിബ്യൂഷൻ. ഷെയറിംഗ് ഓഫ് ലോസ് ഇൻ ഡിഫോൾട്ട് ഇൻ കോൺട്രിബ്യൂഷൻ എന്താ അതിൻ്റെ അർത്ഥം? എ ബി സി 3 കൂടിയാണ് 90,000 എക്സിന് കൊടുക്കാനുള്ളത്. ബി പാപ്പരായി കഴിഞ്ഞു, ബീൻ്റെ അടുത്ത് ഒരു 10 പൈസ ഇല്ല. അപ്പോൾ ബി കൊടുക്കണ 30 ആര് കൊടുക്കും? അപ്പം ആ ഡിഫോൾട്ട് ചെയ്ത ആളുടെ 30 15 എയും 15 സിയും സഹിക്കണം. അപ്പം ഇതാണ് ഇതിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻ. ഷെയറിംഗ് ഓഫ് ലോസ് ബൈ ഡിഫോൾട്ട് ഇൻ കോൺട്രിബ്യൂഷൻ. ഇഫ് എനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് മേക്സ് ഡിഫോൾട്ട് ഇൻ സച്ച് കോൺട്രിബ്യൂഷൻ, അയാൾ വീഴ്ച ഇത് കൊടുക്കുന്നില്ല, ദ റിമൈനിങ് ജോയിൻറ്റ് പ്രോമിസേഴ്സ്, അപ്പോൾ ബി ഒറ്റ പൈസ കൊടുത്തിട്ടില്ല, ബിക്ക് കൊടുക്കാൻ വയ്യ, ബി ഇൻസോൾവൻ്റ് ആണ്. അപ്പോൾ ദ റിമൈനിങ് എന്ന് പറഞ്ഞാൽ എയും സിയും must bear the loss arising from such default in equal shares. അപ്പോൾ ബീൻ്റെ 30 15 എയും കൊടുക്കണം, 15 സിയും കൊടുക്കണം. So I think it is clear. Then the next is effect of, അപ്പോൾ സെക്ഷൻ 43 ആണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഇനി ഇതൊക്കെ പ്രോബ്ലം ആയിട്ടാണ് വരിക. ഞാനൊരു പ്രോബ്ലം എക്സാമ്പിൾ പറയാം. XYZ jointly promised to pay 6,000 to A. എയും ബിയും സിയും ആർക്കാ കൊടുക്കാമെന്ന്? XYZ jointly promised to pay 6,000 to A. എക്സും വൈയും സെറ്റും കൂടി കൂട്ടായിട്ട് 6,000 രൂപ എക്ക് കൊടുക്കാം. അപ്പോൾ എക്ക് വേണമെങ്കിൽ കമ്പൽ ഐദർ എക്സ് ഓ വൈ ഓർ സെറ്റ്, എക്സിനോടോ വൈനോടോ സെറ്റിനോടോ ആരും ഒരാളോട് ഈ തുക മുഴുവൻ വസൂലാക്കാം, 6,000 രൂപ വസൂലാക്കാം. സോ ഇഫ് എക്സ് ഇസ് ഇൻസോൾവെൻറ്റ്. പക്ഷേ എന്താ പ്രശ്നം? എക്സ് പാപ്പരായിരിക്കുന്നു, എക്സിൻ്റെ ഒറ്റ പൈസ കിട്ടില്ല. അപ്പോൾ എക്സിൻ്റെ പൈസ 2,000 രൂപ 2,000 ആണല്ലോ ഓരോരുത്തരും കൊടുക്കുന്നത്. ഈ 2,000 1000 വൈയും 1000 സെറ്റും സഹിക്കണം. 1000 വൈയും 1000 സെറ്റ് സ്വന്തം പൈസ കൊടുക്കുന്നതിൻ്റെ കൂടെ അതും കൂടി കൊടുത്തിരിക്കണം. സോ ഇപ്പോൾ ഫുൾ പൈസ സെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റിന് വൈൻ്റെ അടുത്ത് വസൂലാക്കിയെടുക്കാം. 500 രൂപ വെച്ചിട്ട് വസൂലാക്കിയെടുക്കാം. ഓക്കെ. സോ I shall read once more. X, Y and Z jointly promised to pay 6,000 to A. എക്ക് 6. A may compel X, Y or Z to pay the whole amount. അങ്ങനെ സെറ്റ് ഫുൾ പൈസ കൊടുത്ത് 6,000 രൂപ സെറ്റ് കൊടുത്തു, കമ്പൽ ടു ഹോൾ എമൗണ്ട്. എക്സ് പാപ്പരുമായി, എക്സിന് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം ബട്ട് അസറ്റ്സ് ആർ സഫിഷ്യൻറ്റ് ടു പേ 1/2 ഓഫ് ദ ഡെറ്റ്സ്. അങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എക്സ് പാപ്പരാണെങ്കിലും അയാൾക്ക് അയാളുടെ ആസ്തിയൊക്കെ നോക്കുമ്പം ആകെ കടത്തിൻ്റെ പകുതി കൊടുക്കാൻ അയാൾക്ക് പറ്റും. അതായത് 2,000 1000 അയാൾക്ക് കൊടുക്കാൻ പറ്റും, 1,000 അയാൾക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അയാൾ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന 1000 വൈയും സെറ്റും കൂടി സഹിക്കണം. അപ്പോൾ വൈ 2,500 സെറ്റ് 2,500 കൊടുക്കേണ്ടത്. സോ അപ്പം മുഴുവൻ എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 2,500 മറ്റാളുടെ അടുത്ത് വസൂലാക്കിയെടുക്കാം, സെറ്റിൻ്റെ അടുത്ത് വസൂലാക്കിയെടുക്കാം. ഓക്കെ. ഇഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് വൺ ജോയിൻറ്റ് പ്രോമിസർ, അതാണ് സെക്ഷൻ 44. അപ്പോൾ ഒരാൾ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം എക്സാമ്പിൾ എടുക്കാം. എ ബി സി 3 പേരും കൂടി കൂട്ടായിട്ട് 9 lakhs ഡിക്ക് കൊടുക്കാം. എ ബി സി കൂട്ടായിട്ട് 9 ലക്ഷം രൂപ ഡിക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഡി എന്ത് ചെയ്തു? എനോട് പറഞ്ഞു, നീ ഒന്നും തരണ്ട, നീ പോയിക്കോ. റിലീസ് എ ഫ്രം ലയബിലിറ്റി. ഇൻ ദിസ് കേസ് ദ റിലീസ് ഓഫ് എ ഡസ്. അപ്പോൾ എനെ റിലീസ് ചെയ്താൽ ബി എം സിയും ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാവില്ല. ബി എൻ സി വന്ന് പറയാണ് ഡീനോട് പറഞ്ഞു, നിങ്ങളെന്താ എനെ മാത്രം റിലീസ് ചെയ്തത്, ഒഴിവാക്കി കൊടുത്തത്, ഞങ്ങളും അതേപോലെ ഒഴിവാക്കി തരുമെന്ന് ബിക്കും സിക്കും പറയാൻ പറ്റില്ല. അത് ഡീൻ്റെ ഇഷ്ടമാണ്. ഡി എനെ റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ ബാക്കിയുള്ളവർ, അതായത് ബിയും സിയും, ദേ റിമെയിൻ ലയബിൾ ടു പേ ദ എൻറ്റയർ എമൗണ്ട് 9 lakhs ടു ഡി. അപ്പോൾ അവർ ഫുൾ എമൗണ്ട്, ഒരാളെ റിലീസ് അയാൾ ഇഷ്ടം പോലെ ഡി റിലീസ് ചെയ്ത് കൊടുത്താലും ഈ 9 ലക്ഷം ബാക്കിയുള്ള 2 പേരും കൂടി എന്തായാലും കൊടുക്കണം. ആൻഡ് ദോ എ ഇസ് നോട്ട് ലയബിൾ ടു പേ ടു ഡി. എ ഒന്നും കൊടുക്കണ്ട, എനെ റിലീസ് ചെയ്ത് കൊടുത്തു. പക്ഷേ എന്നാലും എക്ക് ആരോട് ബാധ്യതയുണ്ട്?
ബിയിനോടും സിനോടും ബാധ്യതയുണ്ട്. ബിയും സിയും പറയും നിൻ്റെ പൈസയും കൂടി ഞങ്ങളാണ് കൊടുത്തത്, ഞങ്ങൾ രണ്ടാളും 9 ലക്ഷം കൊടുത്തു, നീ 3 ലക്ഷം നീ ഞങ്ങൾക്ക് തരേണ്ടതാണ്, അപ്പോൾ നീ ഞങ്ങൾക്ക് രണ്ടാൾക്കും 1.5 ലക്ഷം തരൂ എന്ന് പറയാൻ അധികാരമുണ്ട്. അപ്പം എ ഒഴിവാകുന്നില്ല. എ ഡിയോട് ഒഴിവായിട്ടുണ്ടെങ്കിലും ബിയോടും സിയോടും ഒഴിവാകുന്നില്ല. സോ ദാറ്റ് ഈസ് എ സെക്ഷൻ. അപ്പോൾ ഇഫക്റ്റ് ഓഫ് റിലീസ് ഓഫ് വൺ ജോയിൻറ്റ് പ്രോമിസർ, അത് ഞാൻ സെക്ഷൻ വായിക്കാം. സെക്ഷൻ 44. When 2 or more persons have made a joint promise, 3 ആളും കൂടി 9 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. ദ റിലീസ് ഓഫ് വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ്, ഒരാളെ പൈസ കിട്ടേണ്ട ആൾ ഒരാൾ ഒഴിവാക്കി കൊടുത്തു. ഇൻ ദിസ് കേസ് ദ റിലീസ് ഡസ് നോട്ട് ഡിസ്ചാർജ് അതർ ജോയിൻറ്റ് പ്രോമിസ്. അപ്പം ബാക്കിയുള്ള 2 പേരും ബാക്കിയുള്ള ജോയിൻറ്റ് പ്രോമിസ് ഒഴിവാകുന്നില്ല. അവർക്ക് ബാധ്യതയുണ്ട്, മുഴുവൻ തുക കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ പക്ഷേ അവർ മുഴുവൻ കൊടുത്താലും അവർക്ക് ഒഴിവാക്കപ്പെട്ട വ്യക്തിയോട് ആ തുക വസൂലാക്കിയെടുക്കാം. ഇതാണ് സെക്ഷൻ 44. ഇനി അടുത്തത് റൈറ്റ്സ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ്. എന്തായി റൈറ്റ്സ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യാണ് നിങ്ങൾക്ക് 1 ലക്ഷം റുപ്യ തരാം, ഞാൻ പ്രോമിസറും നിങ്ങൾ പ്രോമിസിയുമാണ്. അപ്പോൾ നിങ്ങൾ 3 ആൾ പ്രോമിസീസ് ഉണ്ട്, 3 ആൾക്കും കൂടി ഞാൻ 1 ലക്ഷം റുപ്യ തരാമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റൈറ്റ് എങ്ങനെയാണ്? അപ്പം അവർക്ക് 3 ആൾക്കും കൂടി എൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കാം. ഒരാൾ മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടു പോയവരുടെ ആളുടെ അനന്തരാവകാശികളും ശേഷിച്ചവരും 3 ആളും കൂടി വരണം എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ. 2 ആൾ മാത്രം വന്ന് ഞാൻ പൈസ എടുത്ത് കൊടുക്കാൻ പാടില്ല. സോ ദേ ഷുഡ്, മരണപ്പെട്ടവരുടെ അനന്തരാവകാശികളും ശേഷിച്ചവരും കൂടി എൻ്റെ അടുത്ത് വരണം. സപ്പോസ് ഇവരെല്ലാവരും മരിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരുടെ അനന്തരാവകാശവും കൂടി എന്നെ സമീപിച്ചാൽ ഞാൻ എല്ലാവർക്കും കൂടി ഭാഗിച്ചു കൊടുത്തിരിക്കണം. അതാണ് റൈറ്റ്സ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ് സെക്ഷൻ 45. നമുക്കൊന്ന് സെക്ഷൻ നോക്കാം. When a person has made a promise to 2 or more persons jointly, ഇപ്പം ഒരാൾ 3 ആളോട് ഒരുമിച്ചിട്ട് ഒരു വാഗ്ദാനം കൊടുത്തു, ഞാൻ പണം തരാമെന്ന് പറഞ്ഞു. ദെൻ അൺലെസ് എ കോൺട്രി ഇൻറ്റൻഷൻ, ഇപ്പം മറിച്ച് കരാറൊന്നുമില്ലെങ്കിൽ ആ തുക ചോദിക്കാൻ ഈ 3 പേർക്കും അവകാശമുണ്ട്. 2 or 3 persons ആണ്, അവരെല്ലാവർക്കും കൂടി വന്ന് അവകാശമുണ്ട്. അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ അനന്തരാവകാശികളും ശേഷിച്ചവർക്കും കൂടി വന്ന് ചോദിക്കാൻ അവകാശമുണ്ട്. എല്ലാവരും മരണപ്പെട്ടാലോ എല്ലാവരുടെ അനന്തരാവകാശികൾ കൂടി വന്നിട്ട് ചോദിച്ചിട്ട് തുക വാങ്ങിക്കൊണ്ട് പോകണം. സോ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് റൈറ്റ്സ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ചെറിയൊരു ടോപ്പിക്കും കൂടി ഞാൻ പറയാം, അതോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ. എപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ്സ്. എന്താ അതിൻ്റെ അർത്ഥം? എപ്രോപ്രിയേഷൻ, തുക വകയിരുത്തുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ വളരെ പണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മിസ്റ്റർ എക്സിനോട്, ഒരു മണി ലെൻഡറാണ് മിസ്റ്റർ എക്സ്, ജനുവരിയിൽ 1 ലക്ഷം റുപ്യ കടം വാങ്ങി, ഫെബ്രുവരിയിൽ 1 ലക്ഷം റുപ്യ കടം വാങ്ങി, മാർച്ചിൽ 1 ലക്ഷം റുപ്യ കടം വാങ്ങി, ഏപ്രിലിൽ 1 ലക്ഷം റുപ്യ കടം വാങ്ങി. അങ്ങനെ 4 ആയിട്ട്, ഒന്ന് കാർഷിക കടമാണ്, ഒന്ന് ബിസിനസ് ലോണാണ്, ഹൗസിംഗ് ലോണാണ്, അങ്ങനെ പലതരം ലോണുകൾ. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് പലിശകളാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിയിട്ട് ഏപ്രിൽ മാസം കഴിഞ്ഞ് ഒരു മെയ് ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോൾ ഞാൻ 1 ലക്ഷം റുപ്യ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഏത് കടത്തിലേക്കാണ് മണി ലെൻഡർ അത് വകയിരുത്തുക, എപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 59 to 61 എന്നുള്ള സെക്ഷനാണ്. സെക്ഷൻ 59 to 61. അപ്പോൾ ഒന്നാമത്തത്, ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് വേർ ദ ഡെറ്റ് ടു ബി ഡിസ്ചാർജ് ഇസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ പണം തിരിച്ചു കൊടുക്കുന്ന ആൾ 1 ലക്ഷം ഞാൻ തിരിച്ചു കൊടുക്കുമ്പം അത് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തു, ഇന്ന കടത്തിലേക്ക് പോട്ടെ. ഏറ്റവും ഭയങ്കര ബിസിനസ് ലോൺ 16% 15% ഇൻട്രസ്റ്റാണ്, അതാണ് എനിക്ക് വീട്ടേണ്ടത്, അപ്പോൾ അതിലേ പോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ മണി ലെൻഡർ അതിലേക്ക് തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയാണ്ട് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒന്നും പറയാണ്ട് കൊടുത്താൽ അപ്ലൈഡ് പേയ്മെൻറ്റ് either to express intimation or under circumstance implying, അതാണ് നമ്മൾ അണ്ടർലൈൻ. എക്സ്പ്രസ് ഇൻറ്റിമേഷൻ അതിനെ വാക്കാൽ പറഞ്ഞു, ബിസിനസ് കടത്തിലേക്ക് പോട്ടെ, 3ാമത് വാങ്ങി, ഏപ്രിൽ വാങ്ങി 3ാമത്തെ കടത്തിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ ഇൻഡിക്കേറ്റ് ബൈ എക്സ്പ്രസ് ഇൻറ്റിമേഷൻ. ഓർ സർക്കംസ്റ്റൻസസ് ഇംപ്ലൈയിങ് എന്ന് പറഞ്ഞാൽ സാഹചര്യം മനസ്സിലാക്കാം. അപ്പം ഞാൻ ഏപ്രിൽ മാസത്തിൽ വാങ്ങിയ കടമാണ് വലിയ പലിശ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, അത് ഡ്യൂ ആവുന്ന ദിവസം വന്നപ്പോൾ ഞാൻ പലിശയൊക്കെ കണക്കൂട്ടി കറക്റ്റായി 1,25,012 റുപ്യ, അതാണ് പലിശ. അത് ഞാൻ കറക്റ്റായി ഡ്യൂ ദിവസം ഒന്നും മിണ്ടാണ്ട് അവിടെ കൊടുത്തു. അപ്പോൾ സാഹചര്യത്തിന് മനസ്സിലാക്കുന്ന എന്താണ് സാഹചര്യത്തിന് എന്താ മണി ലെൻഡർ മനസ്സിലാക്കേണ്ടത്? ഈ ഏപ്രിൽ മാസത്തിൽ ഡ്യൂ ആവുന്ന കടമാണ്, ഏപ്രിൽ മാസത്തിൽ വാങ്ങി ഇന്ന് ഡ്യൂ ആവും, അതിലേക്കാണ് ഇത് വകയിരുത്തേണ്ടത് എന്ന് അയാൾ അനുമാനിക്കണം.
എന്നിട്ട് അതിലേക്ക് തന്നെ കൊടുക്കണം. അയാൾ വേറെ ഇഷ്ടംപോലെ ചെറിയ പലിശയുള്ള കടത്തിലേക്കൊന്നും കൊടുക്കാൻ പാടില്ല. അതാണ് സർക്കംസ്റ്റാൻസസ് ഇംപ്ലൈയിങ്. അതാണ് സെക്ഷൻ 59. അതിൽ കീ വേർഡ്സ് എക്സ്പ്രസ് ഇൻറ്റിമേഷൻ ഓർ സർക്കംസ്റ്റാൻസസ് ഇംപ്ലൈയിങ്. അതാണ്. ഇനി രണ്ടാമത്തത്, ദാറ്റ് ഇസ് സെക്ഷൻ 60. ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് ബൈ ഡെറ്റ് ബി ഡിസ്ചാർജസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ ഒന്നും പറയാണ്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യം 4 ലക്ഷം റുപ്യ ഒന്നും പറയാതെ 1 ലക്ഷം ഒരു കവറിലിട്ട് അവിടെ കൊടുത്തു. അപ്പം ഏതിലേക്ക് വകയിരുത്തും? സാഹചര്യത്തിനും മനസ്സിലാവുന്നില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ മണി ലെൻഡർക്ക് അയാളുടെ ഇഷ്ടാനുസരണം ഏത് കടത്തിലേക്കും വേണമെങ്കിലും കൊടുക്കാം. ഹീസ് അറ്റ് ഹാസ് ഓൾ ഡിസ്ക്രീഷൻ. അയാൾക്ക് വിവേചനത്തിന് ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള കടത്തിലേക്ക് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു പക്ഷേ പണ്ട് വാങ്ങിയൊരു കടമുണ്ട്, അത് ലിമിറ്റേഷനായി പോയവിടാ, കാലഹരണപ്പെട്ടു പോയ കടമാണ്, അതിലേക്ക് കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാം, അതിലേക്ക് വരെ കൊടുക്കാം. അപ്പോൾ അതൊരു ശരിയല്ലാത്ത പോലെ തോന്നുന്ന നിയമം, പക്ഷേ അങ്ങനെയാണ് നിയമം കുട്ടികളെ. അപ്പോൾ ഞാൻ സെക്ഷൻ 60 ഒന്ന് പറയാം. ഇതാണ് നമ്മൾ വേർ ദ ഡെറ്റ് ഹാസ് ഒമിറ്റഡ് ടു ഇൻറ്റിമേറ്റ്. കടം വാങ്ങി ഞാൻ ഒന്നും പറയാണ്ട് കൊടുത്തു. ആൻഡ് ദർ ആർ നോ സർക്കംസ്റ്റൻസ്, സാഹചര്യത്തിനും മനസ്സിലാവുന്നില്ല ഏത് കടത്തിലേക്ക് കൊടുക്കണം. അപ്പം ദ മണി ലെൻഡർ ക്യാൻ അറ്റ് ഹിസ് ഡിസ്ക്രീഷൻ, അറ്റ് ഇഷ്ടാനുസരണം ചെയ്യാം എനി ലോഫുൾ ഡെറ്റ് ആക്ച്വലി ഡ്യൂ. ആൻഡ് ഇവിടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, വേർ ഇറ്റ്സ് റിക്കവറി ഇസ് ഓർ ഇസ് നോട്ട് ബാർഡ് ബൈ ദ ലോ ഇൻ ഫോഴ്സ് ഫോർ ദ ടൈം ബീങ് ആസ് ടു ലിമിറ്റേഷൻ ഓഫ് സൂട്ട്സ് എന്ന് പറയുന്നത്. അത് വളരെ കൺഫ്യൂസിങ് ആണ്. അങ്ങനെ വേണ്ട. ഈവൺ ഇഫ് ഇറ്റ് ഇസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഹീ ക്യാൻ അപ്രോപ്രിയേറ്റ് എ ഡെറ്റ് ഈവൺ ഇഫ് ഇറ്റ് ഇസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ. ലിമിറ്റേഷനായ കടത്തിലേക്ക് വരെ കൊടുക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് 60. ഇനി 61, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പോയിൻറ്റ്. ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് വെൻ നൈദർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്. ഞാനൊന്നും പറയാണ്ട് കൊടുത്തു, അയാളും ഒന്നും പറഞ്ഞിട്ടില്ല, അയാൾ ഒന്നിലേക്ക് നമ്മൾ തമ്മിൽ എന്തോ കേസൊക്കെ ഉണ്ട്. അപ്പോൾ കോടതീൻ്റെ മുന്നിൽ വന്നു. കോടതീൻ്റെ മുന്നിൽ വന്നാൽ ഞാനൊരു 1 ലക്ഷം തിരിച്ചു കൊടുത്ത ആദ്യത്തെ കട ഏതാണെന്ന് അതിലേക്കാണ് വകയിരുത്തുക കോടതി. ഒരു തേർഡ് പാർട്ടി ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ എന്തുണ്ടെങ്കിൽ ആദ്യത്തെ കടത്തിലേക്ക് അത് വകയിരുത്തും. അപ്ലൈഡ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡെറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ടൈം. അതാണ് കീവേഡ്. വെൻ നൈദർ പാർട്ടി മേക്സ് എൻ അപ്രോപ്രിയേഷൻ, വകയിരുത്തിയിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് ഇൻ ദ ഡിസ്ചാർജ് ദ ഡെറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ടൈം. ആദ്യം വാങ്ങിയ കടത്തിലേക്ക് കൊടുക്കും, പിന്നെ വാങ്ങിയ അടുത്ത കടത്തിലേക്ക് കൊടുക്കും. പക്ഷേ അതും എന്ത് ചെയ്യാം, ഒരു കടം കാലഹരണപ്പെട്ടു പോയ പഴയൊരു കടമുണ്ട്, അതിലേക്ക് വരെ കൊടുക്കാം. ഞാനൊന്നും പറയാണ്ട് തിരിച്ചു കൊടുത്താൽ ആ പഴയ കടത്തിലേക്ക് വരെ കൊടുക്കാം. ഈവൺ ഇഫ് ഇറ്റ് ഇസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ ഇറ്റ് ക്യാൻ ബി അപ്രോപ്രിയേറ്റ് ഈവൺ ടു എ ഡെറ്റ് വിച്ച് ഇസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ എന്ന് എഴുതിയാൽ മതി. പുസ്തകത്തിൽ കുറച്ച് കൺഫ്യൂസിങ്ങാണ്. പിന്നെ ഒരു ഈക്വൽ സ്റ്റാൻഡിങ്. ഇപ്പം ഞാൻ ഒരു ദിവസം പോയിട്ട് രാവിലെ പോയിട്ട് ഒരു 500 റുപ്യ കടം വാങ്ങി, വൈകുന്നേരം പോയിട്ട് ഒരു 700 റുപ്യ കടം വാങ്ങി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 600 റുപ്യ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഏത് കടത്തിലേക്കാണെന്നും പറയുന്നില്ല, ഒരേ ദിവസം വാങ്ങിയ 2 കടമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ മണി ലെൻഡർ എന്താ ചെയ്യേണ്ടത്? ആദ്യം വാങ്ങിയ കടം 500, അതിന് നേർപകുതി എത്രയാ? 250. രണ്ടാമത് വാങ്ങിയ കടം 700, അതിന് നേർപകുതി എത്രയാ? 350. 250 350 കൂട്ടിയാൽ എത്രയാ? 600. അപ്പം മണി ലെൻഡർ അങ്ങനെ പ്രൊപ്പോർഷനറ്റ്ലി എന്ന് അതിന് പറയാം. അത് ആ കടം ഒരേ ഈക്വൽ സ്റ്റാൻഡിങ്, ഒരേ ദിവസം വാങ്ങിയതാണെങ്കിൽ ഈക്വൽ സ്റ്റാൻഡിങ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്ചാർജ് പ്രൊപ്പോർഷനറ്റ്ലി എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ട്. So we have finished a very important topic, that is appropriation of payments. Always ask for the examination. എല്ലാ LLBക്കും CAക്കും ഒക്കെ ചോദിക്കാറുണ്ട് കുട്ടികളെ, MBAക്കും ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ്. You can read this. My dear students, I have got a request. Please subscribe to my channel. Please share to students so that it will be helpful for all of them. BCom, BBA students and MBA, LLB students. Also, you can share to all of them, and please subscribe. Thank you very much.